ഗോഡ്വിൻ മത്തായിയെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു താരം തന്നെയാണ്. പാട്ടിലൂടെ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പിഡെർമോളിസിസ് ബുള്ളോസ എന്ന ലോകത്തിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള ചർമ്മരോഗം ബാധിച്ചിട്ടും അതിനെയൊക്കെ കീഴ്പ്പെടുത്തി തന്റെ പാട്ടിലൂടെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഏവരുടെയും ഹൃദയം കവർന്നുകൊണ്ടിരിക്കുകയാണ് ഗോഡ്വിൻ മത്തായി. ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന അസുഖമാണ്, ജീനിന്റെ പ്രശ്നമാണ്. ആ അസുഖം മാറണമെങ്കിൽ ചാൻസ് കുറവാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മിറാക്കിൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ നടന്നാലേ ഉള്ളൂ. മുറിവുകളാണ് ബുദ്ധിമുട്ട്. ഇത് പൊള്ളി കൊമളിക്കുമാതിരി കൊമളിച്ചിട്ട് ചില കൊമളയിൽ വെള്ളമായിരിക്കും, ചിലതിൽ പഴുപ്പായിരിക്കും, ചിലതിൽ ബ്ലഡ് ആയിരിക്കും. അപ്പൊ അത് തന്നെ പൊട്ടും. അങ്ങനെയാണ് മുറിവുകൾ ഉണ്ടാവുന്നത് ബേസിക്കലി. ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന ആണെങ്കിൽ മാത്രമേ കരയുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുകയോ ഒക്കെ ചെയ്യാറുള്ളൂ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെങ്കിലും കരഞ്ഞ് എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ തന്നെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വന്നുപോയൊരു അസുഖം വന്നുപോയി, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കഴുത്തിന് മേൽ വെള്ളം വന്ന തലയ്ക്ക് മീതെ തോന്നിയെന്ന് പറഞ്ഞ പോലെ അത് ബാക്കി നോക്കും, അത്ര. വേദനയൊക്കെ എന്തെങ്കിലും വരുമ്പോ ആശുപത്രിയിലൊക്കെ പോവാതൊന്നും പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു കാലുവേദന വന്ന അല്ലെങ്കിൽ ഒരു പനി വന്ന് ഛർദിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെന്ന് ട്രിപ്പിട്ട് കിടന്ന അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചത് മാറും. എനിക്ക് അങ്ങനെ ചെന്നാലും അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ ഞരമ്പ് കിട്ടത്തില്ല, രണ്ടാമത്തെ കാര്യം ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റത്തില്ല, മുറുക്ക പിടിക്കാൻ പറ്റത്തില്ല. മുട്ടയുടെ കണക്കാണ് ഇരിക്കുന്നത്, താഴെ വീണ് പൊട്ടാതിരിക്കുന്ന പറഞ്ഞ പോലെ തേറിഞ്ഞ ചിരി കൂടുതൽ വേണ്ട അസുഖമാണിത്.